ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേസ്റ്റി ഫുഡ് ബ്ലോഗർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കിഡിലെ റെസിപ്പിയാണ്. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാവുന്ന ഡ്യൂട്ടി ഫ്രൂട്ടിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്ത് കയ്യിൽ കപ്പളങ്ങായോ കുമ്പളങ്ങായോ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ മേടിക്കുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കണം. ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാം. പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല. ഞാനിവിടെ ഒരു കപ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നും കളഞ്ഞ് അകത്തെ കുരുവും കളഞ്ഞ് ഡ്യൂട്ടി ഫ്രൂട്ടിക്ക് കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കപ്പളങ്ങയൊക്കെ ഒരുപാട് പറമ്പുകളിലൊക്കെ എല്ലാവരുടെയും ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ അതേ ഷേപ്പിൽ ഞാൻ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആദ്യം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. വെള്ളം നല്ലോണം ബോയിലായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കപ്പളങ്ങ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിലിങ്ങേ ആകാവുള്ളൂ, വെന്ത് പോയത് ഒട്ടും. ഇതിൻ്റെ കറയും അതുപോലെ തന്നെ ആ ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കപ്പളങ്ങ ഇടാം. ഇതിലേക്ക് ഉപ്പ് ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിലായി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. പപ്പായ ഇപ്പോൾ 2 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പപ്പായ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇതിട്ട് അതിലേക്ക് വേവിച്ചെടുക്കണം. 2 കപ്പ് വെള്ളം വെച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ഗ്രാം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത് 1/4 കിലോ ഷുഗർ കാണും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ഷുഗർ നല്ല മെൽറ്റ് ആയതിനു ശേഷം വേണം നമുക്ക് ഈ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ഷുഗർ ഇപ്പം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പളങ്ങ അതിലേക്കിടാം. ഈ പപ്പായയിലേക്ക് ഷുഗർ സിറപ്പെല്ലാം നല്ല അബ്സോർവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് വാങ്ങണം. അതിന് മുമ്പായിട്ടൊരു 15 മിനിറ്റ് ഏകദേശം നമുക്കിതൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ് എല്ലാം അതിൽ പിടിച്ച് കിട്ടുവേ. ഷുഗർ സിറപ്പൊക്കെ ഇപ്പം നല്ല അബ്സോർവായി വന്നിട്ടുണ്ട്. ഈ പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 ബൗളിലാക്കി മാറ്റാം. എന്നിട്ട് വേണം ഇതിന് കളറ് ചേർത്ത് കൊടുക്കാൻ. ഇതേ ഭാഗത്തിൽ തന്നെ നിങ്ങൾ എടുക്കണേ. ഒട്ടും കട്ടയും കെട്ടല് എല്ലാം അതുപോലെ തന്നെ വേറെ വേറെ കിടക്കുകയും വേണം. 3 സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഞാൻ കപ്പളങ്ങ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3 കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കളറ് ചേർക്കാതെ ഇതിന് പറ്റത്തില്ല. കാരണം ഇത് പല കളറിൽ കിടക്കുന്നതല്ലേ ഡ്യൂട്ടി ഫ്രൂട്ടി, എന്നാലേ ഇതിന് ഭംഗി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് 3 കളറ്. നമുക്ക് ഓരോ ബൗളിലായിട്ട് ഓരോ കളർ ചേർത്ത് കൊടുക്കാവേ. ആദ്യത്തെ ബൗളിൽ നമുക്ക് ഗ്രീൻ കളർ ചേർക്കാം. ഞാനിത് പെർമിറ്റഡ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. വലിയ ദോഷമുള്ളതല്ല. കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൻ്റെ ഓവർ നൈറ്റ് വെച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ കളറൊക്കെ പിടിച്ച് നല്ല മേടിക്കുന്ന ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ അതേ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്ന യെല്ലോ ഓറഞ്ച് കളറാണ്. ഇത് 1 സ്പൂൺ ചേർത്താൽ മതി. നേരത്തെ പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പോസ്റ്റർ കളർക്കിൻ്റെ കളറാണ്. അത് വലിയ നമ്മുടെ ശരീരത്തിനൊന്നും ദോഷം ചെയ്യത്തില്ല. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം 3 കളറ് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കളറ് പിടിക്കത്തക്ക രീതിയിൽ വേണേ മിക്സ് ചെയ്ത് കൊടുക്കാൻ.
ശരിക്കും ഇത് ഒരു ദിവസം ഓവർനൈറ്റ് ഇരിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഷുഗർ എല്ലാം പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഈ കളറെല്ലാം ഇത് അബ്സോർവ് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇത് ഒരു ദിവസത്തേക്ക് വെച്ചിരിക്കണം. അതിന് മുമ്പായിട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാൻ, അല്ലെ ഇതിനകത്ത് ഉറുമ്പ് കയറും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെള്ളം എടുക്കണം. ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിറക്കി വെക്കണം. അപ്പോൾ ഉറുമ്പൊന്നും കയറുകയില്ല. എന്നിട്ട് അടച്ച് ഒരു ദിവസം മുഴുവൻ വെച്ചിരിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൈലായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി റെഡിയാവും. പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. കുമ്പളങ്ങ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഞാൻ ടൂട്ടി ഫ്രൂട്ടി പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം കളറെല്ലാം പിടിച്ച് ആ ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി എടുക്കാനുള്ളേ ഉള്ളൂ. കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഞ്ചസാര സിറപ്പ് ഇടുന്ന സമയത്ത് സിറപ്പ് കട്ടയായി പോകരുത്. കാരണം നമുക്ക് പാനിയുടെ ആവശ്യമേ ഉള്ളൂ. അതേ കൺസിസ്റ്റൻസി എടുത്താൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുകൊണ്ട് നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഏൻസ് കിച്ചൻ്റെ വേറൊരു വീഡിയോയും വേറെ റെസിപ്പി ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.